മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാ തീർത്ഥത്തിലായിരുന്നു കൂടിക്കാഴ്ച. മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവിഹിതം വേഗത്തിൽ ലഭ്യമാക്കാൻ ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി സൂചന. കേരളത്തിന്റെ വികസനവും പദ്ധതികളും ചർച്ചയായി. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, ആദ്യത്തെ ചർച്ചയാണ്. സ്വാഭാവികമായും ഒരു സൗഹൃദ സംഭാഷണമായിരിക്കും, അതിനായിരിക്കും ഊന്നൽ എന്ന സൂചന നേരത്തെ തന്നെ വി.ഡി. സതീശൻ നൽകിയിരുന്നു. ഇപ്പോൾ എന്തെല്ലാം വിഷയങ്ങളിൽ, ചുരുങ്ങിയ സമയത്തേക്കുള്ളൊരു കൂടിക്കാഴ്ച ആയിരുന്നെങ്കിൽ കൂടിയും എന്തെല്ലാം വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു എന്ന കാര്യത്തിൽ എന്തൊക്കെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു? നിലവിൽ പ്രാഥമികമായി ചർച്ച ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തുമുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതായത് നിലവിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ UDF സർക്കാരിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്ത് കേന്ദ്ര പദ്ധതികൾ വ്യാപകമാക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചിരിക്കുന്നത്. 11:15 കൂടിയാണ് യോഗം ആരംഭിച്ചത്. പിന്നീട് അരമണിക്കൂറിലേറെ സമയം ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഇതിലേറെ പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിനകത്ത് നിലവിലുള്ള സാഹചര്യങ്ങൾ അത് പ്രധാനമന്ത്രിയെ കൃത്യമായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാരണം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനം ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേന്ദ്ര പദ്ധതികളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും കൂടുതൽ സംസ്ഥാനത്തിലേക്ക് എത്തിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വിശകലനം അടക്കം നടത്തുമെന്നുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനിയും 2:30 കൂടി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിലായിരിക്കും ഈ നിലവിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിന്റെ നിരവധിയായിട്ടുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിൽ തടഞ്ഞു വെക്കുന്ന ഒരു സമീപനം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വേഗത്തിൽ തീർപ്പാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുക. അങ്ങനെ സംസ്ഥാനത്ത് കൂടുതൽ പരിപോഷിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം യോഗം അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ഈ യോഗം നടന്നിട്ടുള്ളത്. അരമണിക്കൂറിലേറെ ഇരുവരും സമയം ചിലവഴിക്കുകയും ചെയ്തു. അരമണിക്കൂറിലേറെ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായി വി.ഡി. സതീശൻ നരേന്ദ്രമോദിയെ കാണുകയാണ്. ആ നിലക്കുള്ള സൗഹൃദ സംഭാഷണമായിരിക്കും നടക്കുക എന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും മുടങ്ങിക്കിടക്കുന്ന പല മേഖലകളിലായി വിദ്യാഭ്യാസ വകുപ്പിലടക്കം മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവിഹിതം ഫണ്ടിന്റെ കാര്യത്തിൽ വേഗത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായുള്ള സൂചനകളുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി അതിന് എന്തു മറുപടിയാണ് നൽകിയതെന്നുള്ളതാണ് കാര്യം. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണവും പ്രതികരണവും മറുപടിയും വരുന്ന മുറയ്ക്ക് മാത്രമേ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി അതിന് പ്രധാനമന്ത്രിയുടെ മറുപടി എന്തായി എന്നൊക്കെ വ്യക്തമാകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രിയുടെ ടൈമും മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് 2:30-ക്കാണ്. സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പ് മന്ത്രി കൂടിയാണ് വി.ഡി. സതീശൻ. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന മാനം കൂടി അതിനുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളതും പ്രധാനമാണ്. റഷീദ് തുടരുന്നുണ്ട്. റഷീദ്, ഇനിയിപ്പോൾ നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഒരു പക്ഷേ അരമണിക്കൂറിൽ 1/4 മണിക്കൂറും സൗഹൃദ സംഭാഷണത്തിന് ലേക്ക് പോയി കാണും. കാരണം ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് ആണല്ലോ. പക്ഷേ ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കുറെ കൂടി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ആദ്യത്തെ ബജറ്റിന് വേണ്ടി സംസ്ഥാനം ഒരുങ്ങുകയാണ്. ആ നിലക്കുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് വി.ഡി. സതീശൻ പോകുന്നത്? പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു യോഗവും ഡൽഹിയിൽ വെച്ച് ചേർന്നിരുന്നു. ചീഫ് സെക്രട്ടറി അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ കേൽക്കർ എന്നിവർ അടങ്ങിയിട്ടുള്ള യോഗമാണ് നടന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ഇവർ ഒരു ക്രോഡീകരണം നടത്തുകയും അത് ഇരു നേതാക്കളുടെയും, അതായത് നിർമ്മല സീതാരാമന്റെയും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെക്കേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. നിലവിൽ എന്നുള്ളത് തന്നെയാണ് UDF സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത്
പൂച്ച പെറ്റുകിടക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ കേരളത്തിൽ വെച്ച ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പദ്ധതികൾ കൂടുതൽ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരിക, അതിലൂടെ കേന്ദ്രത്തിന്റെ സഹായം നടപ്പിലാക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയായിരിക്കും നിർമ്മല സീതാരാമന് മുമ്പിൽ മുഖ്യമന്ത്രിയും പങ്കുവെക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര പദ്ധതികൾ നിരവധിയായി മുടങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വരെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയും വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നുള്ളൊരു ആവശ്യമായിരിക്കാം മുഖ്യമന്ത്രി ഇനി അത് നിർമ്മല സീതാരാമനെ മുമ്പിൽ വെക്കുന്നത്. അതോടൊപ്പം വിവിധ മേഖലകളിലുള്ള പദ്ധതികൾക്കായിക്കൊണ്ട് നിരവധി കേന്ദ്ര പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകണം എന്നുള്ള കാര്യം കൂടി നിർമ്മല സീതാരാമനുമായി നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കും. കാരണം സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം ഈ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ധന പ്രതിസന്ധി. അത് രാജ്യത്തിനകത്ത് വലിയ രീതിയിൽ അലയടിക്കുകയാണ്. സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിലൊക്കെ തന്നെയും ചില ചർച്ചകൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെസ് വെട്ടിക്കുറക്കാനുള്ള ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായേക്കാം. അത്തരത്തിൽ സെസ് വെട്ടിക്കുറക്കുന്ന ചില ചർച്ചകൾ നിർമ്മല സീതാരാമനുമായി നടത്തുമോ എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടാവുകയും സംസ്ഥാന സർക്കാർ സെസ് വെട്ടിക്കുറയ്ക്കുകയുമാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു നീക്കം അത് വലിയ ആശ്വാസമാവുകയും ചെയ്യും. അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള നീക്കത്തിലേക്ക് ഇനി സർക്കാർ കടക്കുമോ എന്നുള്ളത് കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്.